അയ്യോ, എന്തിനാ ചിരിക്കുന്നത്? എന്റെ പേര് വാസുകുട്ടൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പലർക്കും മനസ്സിലാവത്തില്ല. പക്ഷെ മനസ്സിലാക്കാൻ പറ്റിയൊരു കഥയുണ്ട്. കുറച്ച് ഫ്ലാഷ് ബാക്ക് പറയേണ്ടി വരും. ശ്രദ്ധിച്ച് കേട്ടോണം, അല്ലെങ്കിൽ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇരിക്കേണ്ടി വരും. അതാ പറഞ്ഞത്. എൻ്റെ അച്ഛൻ ചെല്ലപ്പനും ഞാനും കൂടെ മനസ്സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാ. ഒരു ദിവസം അച്ഛൻ്റെ പ്രശസ്തമായ ഒരു ഡയലോഗിൽ നിന്നാണ് കംപ്ലീറ്റ് വിഷയം തുടങ്ങുന്നത്. വേറൊന്നുമല്ല, രാവിലെ ഞാൻ പണിക്ക് പോയപ്പോൾ എന്നെ വിളിച്ചു, മോനെ അച്ഛൻ വൈകിട്ട് കഴിച്ചിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് വന്നു, പാവല്ലേ. വൈകുന്നേരം ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പോ കല്യാണം കഴിച്ചിട്ടിരിക്കുന്ന പുള്ളി. എങ്ങനെയുണ്ട്? അതിൽ നിന്നാണ് കംപ്ലീറ്റ് വിഷയം ആരംഭിക്കുന്നത്. പ്രശ്നമില്ല, പാവല്ലേ, വയസ്സാങ്കാലമല്ലേ, കല്യാണം കഴിച്ചിട്ട്. പക്ഷേ ഒരാറ്റം ബോംബിനെയായിരുന്നു എൻ്റെ അച്ഛൻ കിട്ടിയത്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് സുധാകരന്റെ അമ്മ. ഇതുപോലെ പൂജയും വഴിപാടിനും വേണ്ടി മാത്രം ജനിച്ചൊരമ്മച്ചി. കല്യാണം കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ അച്ഛനുമായിട്ട് ടൂറിന് പോകാൻ പോയി. അച്ഛനോട് ഞാൻ അന്ന് പറഞ്ഞ്, അച്ഛാ പോവല്ലേ, അച്ഛനെ തീക്കലിനകത്ത് അൽഫാം പോലെ ആക്കുമെന്ന്. പക്ഷെ അറിയാൻ സാധിച്ചത് അച്ഛൻ അൽഫാം ആയില്ല, ഉരുട്ടിയ ഉരുട്ടലിന് മീട്രോള് പോലെ ആയിപ്പോയി. പിന്നെ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. സാരമില്ല, അതൊക്കെ പോട്ട്. നിങ്ങൾ വിചാരിക്കും ഈ സങ്കടങ്ങളൊക്കെ ഞാൻ ഈ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചതാണ്. ഇത് അമ്പലമൊന്നുമല്ല, ബാങ്കിൽ നിന്ന് പണിയെടുത്ത് ഞാൻ വെച്ച എന്റെ വീടാണ്. അവരത് പൊളിച്ച് അമ്പലമാക്കി പണിതേക്കുവാണ്. അതൊക്കെ പോട്ട്. ഇവരെന്നോട് പറയായിരുന്നു, ഈ വരുന്ന ചൊവ്വാഴ്ച എന്റെ വീട്ടിൽ കൊടിയേറുവാന്ന്. 10 ദിവസത്തെ ഉത്സവമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പ്രചോദേട്ടാ, ഒരു മെഗാ ഷോയ്ക്ക് സ്കോപ്പുണ്ട്. പക്ഷെ 10 പൈസ കിട്ടത്തില്ല. കുറച്ച് ചന്ദനവും അവലും മലരും പിന്നെ ജപിച്ചൊരു ചരട്. അതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. ഇതുപോലെ റൈറ്റ് ആണ്ട് വരുന്നടാ. നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. വാസുകുട്ടോ, നിന്നോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നിങ്ങനെ പല്ലും തേക്കാതെ കുടിക്കാതെ മണിക്കരുത്. എന്റെ പൊന്ന് തള്ളേ, ഞാൻ പണിയെടുത്ത് വെച്ച എന്റെ വീടാണ്. അതാണ് നിങ്ങൾ ക്ഷേത്രമാക്കിയത്. എടാ, അതൊക്കെ അങ്ങ് പൂർവ്വകാലത്ത്. ഇപ്പൊ ഇത് മാതാദാശായണിയുടെ ആശ്രമമാ. എന്റെ വീടും പറമ്പും എഴുതി മേടിക്കാനുള്ള ആശ്രമം അതങ്ങ് കൈ വെച്ചാ മതി. പണ്ട് പൂജയും വഴിപാടും മാത്രമേ ഉള്ളായിരുന്നു ഇവർക്ക്. ഇപ്പൊ ഇവർക്ക് പ്രമോഷൻ കിട്ടി. ഇപ്പൊ ദൈവമാന്നാ പറയുന്നത്. മാതാദാക്ഷായണി തിരുവടികൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ അച്ഛൻ എവിടെ നല്ലേ? എടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഹണിമൂണിനൊന്ന് പോയത്. അത് നിനക്ക് ഓർമ്മയില്ലായിരുന്നോ? ഉണ്ട്. ഹണിമൂണിന് പോയപ്പോ ഞങ്ങൾ കാശിയിലാ പോയത്, 2 പേരും കൂടെ. അവിടെ ചെന്നപ്പം പുള്ളിക്കാരനൊരു ആഗ്രഹം, അവിടെ ഒന്ന് ഭജന വരുന്നാൽ എന്താണ്. അങ്ങനെ ഭജന വിരുന്നിരുന്നിരുന്ന് പുള്ളി പറഞ്ഞ്, ഇനി ഞാൻ ഇവിടുന്ന് അങ്ങ് സമാധി ആയിക്കോളാം. അച്ഛനെ തട്ടി. അതാണ് ഈ പറയുന്നത്. എന്റെ അച്ഛനെ കൊന്നിട്ട് വന്നെന്ന് വീരവാദം അടിക്കോളാം. അങ്ങനെ പറയാതെ. നിനക്ക് എന്നെ വിശ്വാസമില്ല. നിനക്കും എന്റെ മോനുള്ള സുധാകരൻ, അവനുമാണ് ഈ ഭൂലോകത്തിൽ എന്നെ വിശ്വാസമില്ലാത്തത്. പാവം പിടിച്ച സുധാകരൻ. അവൻ മനോഹരമായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുമായിരുന്നു. ആ പെണ്ണിന്റെ കൈ തിളച്ചെണ്ണെ പിടിച്ച് മുക്കിയോടുകൂടി അവൾ ഓടി. ഇപ്പൊ സുധാകരൻ വിധവനായിട്ട് നടക്കുക. ഇവിടെ ഭക്തജന തിരക്കല്ലേ. ഇപ്പൊ 10-25 വയസ്സുള്ള പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാർ ഇവിടെ വരാറുണ്ട്. അവർക്ക് വിവാഹ തടസ്സം മാറ്റിക്കൊടുക്കാൻ, ചരട് ജപിച്ച് കെട്ടുവാൻ. സ്വന്തം മകന്റെ ഭാവി കളഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് നാട്ടുകാരുടെ വിവാഹം നടത്തി കൊടുക്കുന്നത്? ഞാൻ ചരട് ജപിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നീ മേലെ കുറ്റം പറഞ്ഞേക്ക്. എടാ, ഇന്നിരിക്കുന്ന ബിജുക്കുട്ടൻ കുഞ്ഞുണ്ടല്ലോ, എന്റെ ഇടയ്ക്ക് വന്ന് അവന് ഭയങ്കര സമയദോഷമായിരുന്നു. എന്റെ ഇടയ്ക്ക് വന്ന് അമ്മേ അനുഗ്രഹിക്കണേ എന്ന് വന്ന് കാല് വന്ന് സാഷ്ടാംഗം വീണ ഞാൻ അനുഗ്രഹം കൊടുത്ത് കുറച്ച് ഭസ്മവും കൊടുത്ത് വിട്ട്. അതിനുശേഷം ഇപ്പൊ 2ാമത്തെ വാഴയ്ക്കകത്ത് വരെ കയറി ഇരിക്കുക. വാഴയ്ക്കകത്ത് കയറിയിരിക്കുക ആയിരിക്കുന്ന ബിജുക്കുട്ടനാണ്, അല്ലാതെ കടവാവലൊന്നും അല്ല. വേണ്ട, നീ ഞാൻ പറയാതെ ആ തോട്ടിൽ പോയി മുങ്ങിയിട്ട് ഈരനണിങ്ങിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്തിന്? എടാ കൊച്ചനെ, നീ അതിന് ഇവിടുത്തെ മേൽശാന്തി. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തരണമെങ്കിൽ എന്ത് വേണം? ശരി, നിനക്ക് മേൽശാന്തി ആകാൻ വയ്യെങ്കിൽ വേണ്ട. ഒരു കാര്യം ചെയ്യും, നീ ഇതാണ്ട് നമ്മുടെ അമ്പലത്തിന്റെ പുറയിലെ ജനലിന്റെ സൈഡിലോട്ട് ചെല്ല്. അവിടെ രാധാകൃഷ്ണൻ ഇരിപ്പുണ്ട്. അവന്റെ കൂടെ ഇരുന്ന് നമുക്ക് രസീതും ഒക്കെ ഒന്ന് എഴുതി പോയത്. അതെങ്കിലും ചെയ്യാം. ഈ രാധാകൃഷ്ണൻ ആരാന്നറിയോ? പണ്ടത്തെ കാര്യമാ.
ഇവരൊന്നിച്ച് സുധാകരനുമായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് ഇവരൊറ്റക്കാവുമല്ലോ എന്ന് കരുതി സുധാകരൻ മേടിച്ചു കൊടുത്തൊരു വളർത്തു പട്ടിയ. അതിന്റെ പേരാ രാധാകൃഷ്ണൻ. അതായിരുന്നു ഇവരുടെ പരികർമ്മി. ഇപ്പൊ ആ പട്ടിക്ക് ഇവര് പ്രമോഷൻ കൊടുത്തു. ഇപ്പൊ ആശ്രമം പ്രസിഡന്റ് ആ പട്ടി. ആ പട്ടിയുടെ കൂടെ പോയിരുന്ന് രസീത് എഴുതി കൊടുക്കാനാ ഈ പറയുന്നത്. നിങ്ങളാരും ചിരിക്കണ്ട. ആ പട്ടി ഇപ്പൊ ഉത്സവത്തിന്റെ കാർഡുമായിട്ട് അങ്ങോട്ട് വരും. പിരിവിന് കൊടുത്തില്ല കൊരക്കുകയും ചെയ്യും. കുറച്ചാൽ എന്താണോ കുഴപ്പം? എടാ നിന്നോട് ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, നീ ഓർമ്മ വെച്ചോണം. ഇനി മേല ശ്രീകോവിലിനകത്ത് ചെരുപ്പിട്ടോണ്ട് കയറിയേക്കല്ലേ ഞാൻ പറഞ്ഞേക്കല്ലേ. ശ്രീകോവിൽ എന്നെങ്കിലും ഒരു കല്യാണം കഴിക്കുമ്പോ എനിക്കും എന്റെ ഭാര്യക്കുമായിട്ട് താമസിക്കാൻ എന്റെ ബെഡ്റൂം ഞാൻ ചിത്രപ്പണിയോടുകൂടി ഒരുക്കി. അതാണ് ഇവരുടെ ശ്രീകോവിൽ. അപ്പൊ ഞാൻ അതിനകത്ത് കയറണമെങ്കിൽ കിണ്ടിക്കകത്ത് കാലി കഴിയണം. നടക്കും ഇതൊക്കെ. ഞാനൊരു കാര്യം, നിനക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നത് മാത്രമേ ഇവിടെ നിന്നായി. അല്ലാതെ ദാച്ചാണി ഉണ്ടാക്കിയത് ഇന്നും കുടിച്ചോണ്ട് ഇവിടെ നിൽക്കാവുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞു. ഈ പെര വെക്കാൻ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തരാം. സത്യം പറഞ്ഞ 2-3 അടവ് മുടങ്ങിയപ്പോ അയാൾ എന്റെ വീടും പറമ്പും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഉച്ചക്ക് വെള്ളിയാഴ്ച ഞാൻ വരുമ്പോ ഈ പറഞ്ഞ മാനേജർ ഇവിടെ പൈസ അടച്ചിട്ട് എന്റെ പെരക്ക് ചുറ്റും ശയനപ്രദർശനം ചെയ്യുന്നു. ഇവരെ കൊണ്ട് ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരേ ഒരു ഉപകാരം അത് മാത്രമാണ്. നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന നിന്റെ വയറ്റിലകത്ത് കിടക്കുന്ന ചാരായവ നിനക്കാരാണ്ട് കൈവശം തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ആ കൈവശം എല്ലാം വലിച്ചൂരി വെളിയിടും. ഞാനൊരു 25 ശൂലം അടുപ്പിലിട്ട് ചുട്ടു വെച്ചിട്ടുണ്ട്. അതെടുത്തോണ്ട് വന്ന് നിന്റെ കണ്ണിനും മൂക്കിന് വായിലും എല്ലാം കഴിക്കുമ്പോഴത്തേക്കും എല്ലാ ബാധയും മാറി. ഞാനിപ്പോ പോയി എടുത്തോണ്ട് വരാം. എങ്ങനെ പോകണ്ട, ഇവിടെ തന്നെ നിന്നല്ല ഇപ്പം. പിന്നെ ചൂലമെടുത്ത് കണ്ണിലും മൂക്കിലും കേറ്റുവെന്ന് ചിലപ്പോ പറഞ്ഞ പോലെ ചെയ്യൂ തള്ള. എന്തിനാണ് ഞാൻ എന്റെ അച്ഛൻ പോയ വഴിയെ പോകാം. ഒരു പരിപാടി ഈ സമയത്ത് ഇത് ആരുടെ ഇവിടെ വിളിക്കുന്നത്? ഹലോ ഹലോ വാസുക്കുട്ടനല്ലയോടാ? അതെ, ആരാ? എടാ അച്ഛനാണോ ചെല്ലപ്പൻ? നിന്റെ അച്ഛനാണോ? അച്ഛൻ സമാധിയായില്ലായിരുന്നു അച്ഛൻ. ഇല്ല, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. അച്ഛൻ എവിടെയാണ് അച്ഛാ? എവിടാന്നൊക്കെ പിന്നെ പറയാം. മോനെ ആ ദാക്ഷായണി അവളുണ്ടോ അവിടെ? ഉണ്ടോന്നോ? നടുക്കടലിൽ എണ്ണയിട്ടിട്ട് പോയി കളഞ്ഞില്ലേ? നമ്മുടെ വീട് അമ്പലമാക്കി അച്ഛാ. കൊടിയേറുവാണ് ചൊവ്വാഴ്ച 10 ദിവസത്തെ ഉത്സവം. എടാ മോനെ മക്കളെ, നീ പേടിക്കണ്ടാടാ. എല്ലാത്തിനും ഒരു പരിഹാരം അച്ഛൻ കണ്ടിട്ടുണ്ട്. എന്ത്? എടാ നീ ചട്ടമ്പി കുഞ്ഞു വന്ന് കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം? എടാ ബോംബെ ഒക്കെ വിറപ്പിച്ച വലിയ ഗുണ്ടയാണ് അവൻ. അവന് ഞാനൊരു 50,000 രൂപ ഒപ്പിച്ച് കൊടുത്ത് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അവനിപ്പോ എന്തായാലും അങ്ങോട്ട് വരും. അവിടെ വന്നിട്ട് അവളെ അവിടെ നിന്ന് അടിച്ചിറക്കി അവിടെ ശുദ്ധികലശം ചെയ്ത് അത് കഴിയുമ്പോ മോനും ഞാനുമായിട്ട് അവിടെ സന്തോഷമായിട്ട് താമസിക്കും. മോനൊരു 2 ദിവസത്തേക്ക് അവിടെ നിന്ന് മാറി നിന്നാ മതി. ഇതൊക്കെ നടക്കുവോ അച്ഛാ? ഹലോ, അച്ഛൻ വെച്ച് ദൈവമേ, ആരോ കെട്ടുവെള്ളം കടിച്ചു പിടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഭക്തനാണെങ്കിൽ അവന്റെ കാര്യം ഹദാഹുവ. ആരാ? ചട്ടമ്പി കുഞ്ഞുമോൻ. മഴയത്തും വെയിലത്തും കുഞ്ഞുമോൻ. മഞ്ഞത്തും കുഞ്ഞുമോൻ തന്നെ. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ വാസുക്കുട്ടൻ. നീ ശ്വാസം വിട്ടാ കൂർക്കം വലിച്ചോ, അതെന്റെ പ്രശ്നമല്ല. നീ ആരാന്നാ ഞാൻ ചോദിച്ചത്? ശ്വാസം വിട്ടെന്നല്ല പറഞ്ഞ, എന്റെ പേരാ പറഞ്ഞ വാസുക്കുട്ടൻ. താൻ ആരാടോ? എടാ നിനക്കറിയത്തില്ലയോ? ഇല്ല. ചട്ടമ്പി കുഞ്ഞുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ കിഴകിട വറപ്പിച്ച കുണ്ടയാടാ. എടാ കുഞ്ഞേ, കുഞ്ഞുമോൻ ഒരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം പൂ പോലെ പുഷ്പം പോലെ നടത്തിയിട്ടേ കുഞ്ഞുമോൻ ഇവിടുന്ന് പോകൂ. അവസാനം ആ പറഞ്ഞ സാധനം നെഞ്ചത്ത് വെക്കാൻ ഇടവരരുത്. എന്ത്? പൂ കൊണ്ട് റീത്ത്. എടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സാധനത്തിനെ അല്ല ഒഴിപ്പിക്കേണ്ടത്. വേറെ സാധനമായത്. എടാ മക്കളെ, നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഒരുപാട് രാജ്യങ്ങളെ കണ്ടവനായി കുഞ്ഞുമോൻ. ഇതൊക്കെ നിസാരം. 75 വയസ്സുള്ള ഒരു തള്ള ഇവിടുന്ന് ഇറക്കി വിടാൻ എന്ത് വേടാ ഇത്ര പ്രയാസം? ശരി, നിങ്ങളുടെ ആത്മവിശ്വാസം ഞാൻ കളയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടുത്തെ മേൽശാന്തി ആയിട്ട് നിൽക്കരുത്. എനിക്ക് ഒരാളെ കൂടെ ഒഴിച്ചു വിടാൻ വയ്യണ്ണാ, വയ്യ. ഇയാടെ കാര്യം കർപ്പൂരം കൂട്ടിയിട്ട് കത്തിക്കുമെന്നാ തോന്നുന്നു. അനുഭവം ഗുരിയേലെ ചേർക്കൻ. ഇവര് കുഞ്ഞുമോനെ കുറിച്ച് എന്തറിയാം? കിടുക്കനൊരു അമ്പലമാ. എന്തായാലും ഞങ്ങളീ ഗുണ്ടകൾക്ക് ഈ പ്രാർത്ഥന പരിപാടി ഒന്നും ഇല്ലാത്ത, എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. അമ്മേ ദേവി, ഇന്നത്തെ കൊട്ടേഷൻ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം അത് വലിയ കേസൊന്നും അല്ല. പിന്നെ അടുത്ത മാസം എനിക്കൊരു കൊട്ടേഷൻ ഉണ്ട്. അതായത് ഈ ബെൽറ്റ് ബോംബൊക്കെ എൻ്റെ അരയിൽ ഇങ്ങനെ കെട്ടിവെച്ച ഒരു ചാവേർ ആക്രമണം. അതൊന്ന് വിജയിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ
ഒരു ചുറ്റുവിളക്ക് ഇവിടെ അങ്ങ് നേർന്നേക്കാം. അമ്മേ നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ നമസ്തേ ജഗത്താരിണി. നോക്കിച്ചോണ്ട് നിൽക്കാതെ വന്ന് അനുഗ്രഹം മേടിക്കുക. അവിടെ അല്ലെന്ന് അമ്മയുടെ കാലത്തോട്ട് അനുഗ്രഹം മേടിക്കും. എന്റെ അമ്മയുടെ കാലം ഞാൻ വീണിട്ടില്ല. പിന്നെ എന്റെ അമ്മയുടെ 4 ഇരട്ടി വലിപ്പമുള്ള വേറൊരു അമ്മയുടെ കാലേ വീണു. കുഞ്ഞേ, എന്തോ അതിന്റെ പ്രശ്നം? സമയദോഷം, ശത്രുദോഷം, മാനഹാനി, ചൈനീക്കനി, എന്തോ പ്രശ്നം? എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. എന്താ ഈ പറയുന്നേ? മോനെ, നിന്റെ നാളെന്തുവാ? പേരെന്തുവാ? പേരും നാളും പറ. പേരെന്തിനാ നാളെ പറയുന്നേ? ഇപ്പൊ തന്നെ ഞാൻ പറയാം. ടാറ്റമ്പി കുഞ്ഞുമോൻ. ആ എന്നാ കുഞ്ഞുമാൻ കാര്യം പറ. ഞാനേ ആ ഒരാടെ ഇന്ന് ഒരു 50,000 രൂപ വാങ്ങിച്ചു. അതാണോ കുഴപ്പം? അപ്പൊ അത് അവൻ മറന്നു പോകണം. അതിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം. ഞാനൊരു ഭസ്മം മോന്റെ തന്നുവിടാം. അത് കൊണ്ടു ചെന്നിട്ട് ഈ പൈസ മേടിച്ച് അവന്റെ മോന്തയ്ക്കോട്ട് ഒരു ഊതങ്ങ് വെച്ചു കൊടുക്കണം. അപ്പൊ ഒരു 50,000 രൂപ അല്ല 1,00,000 രൂപ അതിന് മറന്നങ്ങ് പൊക്കോണം. അതല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. ഞാനൊരു 50,000 രൂപയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അതെന്തോ കൊട്ടയാടാ? 50,000 രൂപയുടെ കൊട്ട. നിനക്ക് ഏതാണ്ട് ബാധ കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന്റെ കുഴപ്പം. നിന്റെ മുടി ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ട് ചരട് കെട്ടിയിട്ട് തീക്കകത്തിട്ട് ചുട്ടിട്ട് നിന്നെ തീക്കലിനകത്തിട്ട് ചൂട് പായസം തലേക്കൂടെ ഒഴിക്കുമ്പോൾ നിന്റെ വാതകം പോവും, ബോധവും പോവും. എന്റെ അമ്മച്ചി സംഭവം എന്താണെന്നറിയോ? എന്തുവാ? ഞാൻ ഇവിടെ വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തെങ്ങാണ്ട് ദാക്ഷായിടി എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരെ അമ്മച്ചിന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവരത്ര തീവ്രവാദിയാ. അവര് ചെയ്തു വെച്ച പരിപാടി എന്താണെന്ന് അറിയാം അമ്മച്ചിക്ക്? അവരാദ്യത്തെ ഭർത്താവിനെ ചൂലം കുത്തിയെങ്ങാണ്ട് ചാടിച്ചിട്ട് ആ ചെറുക്കനെ പെണ്ണും പിള്ള ഓടിച്ചു വിട്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ച് അവരുടെ വീട്ടിൽ വന്ന് താമസിച്ച് അവനെ ഇറക്കി വിട്ട് ആകപ്പാടെ പ്രശ്നമുണ്ടാക്കി ആ വീട്ടിൽ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുക. അവരെ ഇന്നെങ്ങാനും എന്റെ കൈ കിട്ടിയവരുടെ തലയടിച്ച് പൊട്ടിച്ച് നാചിപ്പിച്ച് ഇന്ന് ഞാൻ അവരെ ഇവിടുന്ന് ഇറക്കി വിടും. പറചട്ടി നെരുതിയിലോട്ടാണ് പണി തരാൻ പോവാ. അയ്യോ ഓടി വരണേ, ഓടി വായോ നിങ്ങൾ. എന്തോ കത്തിക്കണ്ട, കത്തിക്കല്ലേ? ഞാൻ പിന്നെ കുഞ്ഞു തലയടിക്കാൻ പോയി അടങ്ങിരി. കത്തിക്കല്ലേ കത്തി. അടങ്ങിയിരുന്നോണം. ഒരത്യാവശ്യം നോക്കിയാൽ തിപ്പത്തെയും കിട്ടത്തില്ല. ഇവിടെ അടങ്ങിയിരുന്നോണം. ഞാൻ അകത്ത് പോയി ഒരു പന്തം കത്തിച്ചോണ്ട് വരാം. നിർത്തി ജീവനോടെ കത്തിക്കോ. അയ്യോ എന്റെ ഫോണെന്തി. ഫോൺ ഇവിടെ കിടക്ക്. ബെല്ലുണ്ട്. ഹലോ ഹലോ ചന്ദ്ര, നീ എവിടാടാ? ഞാൻ കുറി വെച്ചോണ്ടിരിക്കുക. നിന്റെ കുറി ഇതുവരെ തീർന്നില്ലയോടാ? കുറിയില്ലെങ്കിൽ ചന്ദ്രനില്ല. എന്റെ ചന്ദ്ര, നീ കുറി മുറിച്ചിട്ട് ഇങ്ങോട്ട് വാടാ. ചന്ദ്രൻ വെക്കുന്ന കുറിയൊന്നും മുറിക്കാറില്ലെന്ന് ആശാൻ അറിയില്ലേ? വിളിച്ച കാര്യം പറ. എന്റെ ചന്ദ്ര, ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തടാ. ഞാൻ അവിടെ കെട്ടിക്കിടക്കുവാടാ. അത് ശരി. താൻ ഞാൻ അറിയാതെ ഒറ്റക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞ് പുതിയ കൊട്ടേഷൻ പിടിച്ച് പെട്ടപ്പ ചന്ദ്രനെ വിളിക്കുവാണല്ലേ? ഈ കഥയിൽ ചന്ദ്രന് റോളില്ല. അതുകൊണ്ട് ചന്ദ്രൻ വരില്ല. അയ്യോ ചന്ദ്ര, പറയല്ലേടാ, വരണേടാ. ചന്ദ്രൻ കട്ട് ചെയ്തു. ചന്ദ്ര ചന്ദ്രൻ ചന്ദ്രൻ ഫ്രം കൊതവറ. ഇവിടെ എവിടെയാണല്ലോ എന്റെ ആശാൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഇന്നിട്ട് ഇയാള് ഏത് കേറി വന്നപ്പോഴേ ഇടങ്കാലിട്ട് വീഴ്ത്താൻ നോക്കുന്നു. ഏതാടാ തെണ്ടി നീ? എവിടെയോ കേട്ട കുരൽ. അയ്യോ ആശാനെ, അയ്യോ ഇതെന്താണ്? ഇതാരാണ് ഇതൊക്കെ? എന്താണ് സംഭവം? അയ്യോ എന്ത് പറ്റി? എവിടെ പോകാന്ന്? ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നപ്പോ തന്നെ പോവാന്ന്. എന്നിട്ട് ഒറ്റക്ക് ഷൈൻ ചെയ്യാനാണ്. അത് മനസ്സിൽ വെച്ചാ മതി. എന്റെ ചെറുക്കൻ വന്നു, ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുപോലെ ധൈര്യമായി. ഇനി അടി കുറച്ച് കൊണ്ടാ മതിയല്ലോ. അല്ല 100 120 നിൽക്കും.
പൊന്നു കുഞ്ഞുവാൻ, എന്റെ ചന്ദ്ര, വിഷുവിന് വേറൊരു കൊട്ടേഷൻ വെട്ടെടുക്കരുത്. അന്നൊരു പണി കിട്ടിയിട്ടുണ്ട്. ആന്ന് ചുമ്മാ ചിരിപ്പിക്കാതെ പോടും. എന്ത്? ഇയാള് പണിക്ക് പോകത്തിരുന്ന് എനിക്കറിഞ്ഞു. ഞാൻ പണിക്ക് പോകുന്ന കാര്യമല്ല. എടാ, അന്നൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ചില്ലറ കേസാ. വിഷുവിന് കൊട്ടേഷൻ ഒന്നും എടുക്കരുതെന്ന് ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ പ്രാവശ്യം കൊട്ടേഷൻ എടുത്താൽ ചന്ദ്രന് വരാൻ പറ്റില്ല. നീ അവിടെ പോവാ. എന്നെ പുഞ്ചിരി ക്ലബ്ബ് ഞാനാ ഈ പ്രാവശ്യം കൃഷ്ണനായിട്ട് ഒരുങ്ങി. നീ എന്തിനാണ് അതൊക്കെ പോയി ഏറ്റത് എന്താന്നോ? എടോ, ഈ കഴിഞ്ഞ ഇടക്ക് ഉത്സവത്തിന് ഗാനമേളക്കാര് ഹൗവ ഹൗവ പാട്ട് പാടിയപ്പോ ചന്ദ്രൻ അവിടെ നിന്ന് തുള്ളിയല്ലോ. അത് ഉത്സവ പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ടില്ല. അയാള് രാത്രി എന്റെ തലക്ക് ഇരുട്ടടി അടിച്ചിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അപ്പൊ അവനെ കംസനായിട്ട് ഒരുക്കാമെങ്കിൽ ഞാൻ കൃഷ്ണനാകാന്ന് പറഞ്ഞു. എന്തിനാണ് അവനെ കംസനായിട്ട് ഒരുക്കുന്നത്? കൃഷ്ണൻ ഈസി ആയിട്ട് കംസനെ തട്ടാൻ. എന്റെ ചന്ദ്ര, അതൊക്കെ വലിയ കേസാവത്തില്ലയോ? എവിടെ കേസാവാനാ? കോടതി ചെന്ന് ജഡ്ജി എടുത്ത് ഞാൻ പറയും കംസനെ കൊന്നത് കൃഷ്ണനാണ്, അല്ലാതെ ചന്ദ്രനല്ലത്. കണ്ടോ ചന്ദ്രന്റെ ബുദ്ധി? എന്റെ ചന്ദ്ര, നിനക്ക് ഡബിൾ ബുദ്ധിയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് മേടിച്ചു തരാം. എന്തോന്ന്? ഡബിൾ ബുൾസേ. ഡബിൾ ബുൾസേ അല്ലെന്ന് പറഞ്ഞു. ഡബിൾ ബുദ്ധിയാണ്. അതിപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഞാൻ പന്തം സാബുമായിട്ട് ഒരു അടിക്ക് പോയത് അറിഞ്ഞാൽ എന്നെ എന്താണ് വിളിക്കാൻ? ആ അടിക്കൊന്നും നിങ്ങൾ പറ്റിയില്ല. പന്തം സാബുവിന്റെ പ്രത്യേകത അറിയാലോ? പന്തം കത്തിച്ചെറിയും. അവനെ കോടം പക്കത്ത് വെച്ച് ആരോ ഒന്ന് ഞോണ്ടിയെന്നു. നേരെ ചെന്ന് എല്ലാത്തിനും ഞാൻ പഞ്ഞിക്കിട്ട് നോക്കുമ്പോ 150 പേരെന്നെ വളഞ്ഞേക്കുവാ. എണ്ണി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി 150 പേർ കൂടെ എന്റെ കുറി തികയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവരെയും കൊണ്ടൊരു കാട്ടി കയറി പാത്തിരുന്നു. അവിടെ വന്ന് അടിച്ചാശാനെ. എന്റെ പൊന്നു പറയാനെ, കാട്ടി കയറി പാത്തിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവന്മാര് വന്നടിക്കുന്നത്? ഈ വൃത്തി കേട്ടവും പന്തവും കത്തിച്ച് പിടിച്ച് കാട്ടി വന്നി വെളിച്ചം കണ്ടെടുത്ത ആൾക്കാർ ഓടി വന്ന് അടിച്ച് ആ കാട് മുഴുവൻ കത്തി. അവസാനം ഞാൻ പിന്നെ ഫയർഫോഴ്സുകാരെ വിളിച്ച് അണക്കി വരുന്നു. ഇപ്പൊ അതിന്റെ കേസ് വേറെ നടക്കുക. എന്റെ പൊന്നു ചന്ദ്ര, ഇവിടെ ഇപ്പൊ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അയ്യോ പറഞ്ഞ പോലെ വന്ന കാര്യം എന്തായിരുന്നു? സംഭവം എന്തുവാന്നറിയാമോ? എടാ, ഒരു 85 വയസ്സുള്ള ഒരു തള്ളയെ ഒഴിപ്പിക്കാനാ. ഇയാൾക്ക് ഇപ്പോഴും നട്ടലില്ലല്ലോടോ. 85 വയസ്സുള്ള ഒരു തള്ളയെ ഒഴിപ്പിക്കാനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. കേറി വരികയും ചെയ്ത്. ഒരു കാര്യം ചെയ്, അവരുടെ അടുത്ത് ചന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് പറ, അവർ ഒഴിഞ്ഞു പൊക്കോളും. ഇതാ അവർക്ക് അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുതലടാ. എന്താ? അവർക്ക് മുടിഞ്ഞ പ്രാന്താണാ. സൈക്കോ തള്ളയാടാ അവര്. സൈക്കോ തള്ളയോ? പലരുമായിട്ട് ഞാൻ ഏറ്റുമുട്ടിയിട്ട്, പക്ഷെ ആദ്യമായിട്ടാ ഒരു സൈക്കോയെ എന്റെ കയ്യിൽ കിട്ടുന്നത്. ബോംബെയിലെ ചന്തുബായിയെ കറക്കി അടിച്ചതിന് ശേഷം 1.5 മാസം ഞാൻ ചന്തുബായി തളർന്ന് കിടക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് സൈക്കോ എങ്കിൽ സൈക്കോ കിട്ടിയാൽ അവരെ ഞാൻ പൂട്ടി ഞാൻ വേറെ ലെവലിലെത്തിക്കും. ആശാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്താ പേടിക്കുന്നത്? എന്താണ് കത്തി? ഞാൻ എടുത്തിട്ടുണ്ടോ? കത്തട്ടോ? ചന്ദ്രന്റെ കളി കാണാൻ എന്നെ കൊല്ലാൻ നോക്കുകയാണല്ലേടാ? എന്റെ പേര് ഞാൻ തന്നെ പറയുന്നത് എനിക്കിഷ്ടം. ചന്ദ്രൻ, ഡിസ്ക് ചന്ദ്രൻ ഫ്രം കൊതവറ. അത് പറയല്ല, കൊതവറ. എന്റെ മെയിൻ പരിപാടി കുറിവെപ്പ. കൊതവറയും കുറിവെപ്പും നീ മൊത്തത്തിലൊരു നാട്ടക്കാണ്. എന്നെ കുറി വെക്കുന്നവൻ ജീവിച്ചിരിക്കത്തില്ല. അതാ ചന്ദ്രൻ. മര്യാദക്ക് ഇവിടുന്ന് ഒഴിഞ്ഞ് പോയില്ലെങ്കിൽ ഇവിടെ ഞാൻ കുറി വെക്കും. ആശാനെ, ആശാൻ പറഞ്ഞത് ശരിയാ. എന്തുവാ? അവർക്ക് മന്ത്രവും മായാജാലവും. ഞാൻ പറഞ്ഞില്ലയോ? ഒറ്റയടിക്ക് അവർ അപ്രതീക്ഷയായി. അവരപ്പുറത്തേക്കുണ്ട്. അത് ശരി, ഇവിടെ വന്ന് നിൽക്കണല്ലേ? ഇവിടുന്ന് ഒഴിഞ്ഞ് പോകുന്നതാണ് നല്ലത്. ചന്ദ്ര, ഇവിടെ കുഴപ്പമില്ല. ഇപ്പുറത്തുനിന്ന് പോയി. ഇപ്പുറത്തുനിന്ന് വന്ന കാര്യം നോക്കി ഇപ്പുറത്ത് വന്ന് പോയി. പരട്ട് തള്ളേ. ഒരു ചെവിക്കകത്ത് ഊതി കൊണ്ടു ബാലൻസ് പോയി. ഇപ്പുറത്തെ ചെവിക്കകത്ത് ഊതി തന്നാലേ എനിക്ക് ബാലൻസ് കിട്ടൂ. ചന്ദ്ര, സുജാതെ, എടി കള്ളി. ചന്ദ്ര, കഴിഞ്ഞ മാസം വരെ എന്റെ വിരൽത്തുമ്പെ പിടിച്ച് ചന്ദ്രനെന്ന് പറഞ്ഞ് നടന്ന നീ ഇപ്പൊ ചന്ദ്രന്നോ? നിനക്ക് എങ്ങനെ തോന്നി സുജാതെ എന്നെ വിളിക്കാൻ? എടി കള്ളി, നിന്നെ എവിടെ വെച്ച് കണ്ടാലും നിനക്ക് തരാൻ ചന്ദ്രേട്ട ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പൊ ഇതും തുടങ്ങിയല്ലേ നീ ബീഡി വലി? എടി കള്ളി, എടി ഒറ്റക്കിരുന്ന് തിന്ന് 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 നിന്റെ മുഖമൊക്കെ ചുമന്ന് തൊടുത്ത് അണ്ണാൻ പാല് പോലെ കള്ളിപ്പെൺ. ശങ്കരൻ തമ്പി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. പണ്ട് ഇവളെ കെട്ടാൻ വേണ്ടി ഇവിടെ വന്ന് നിങ്ങളുടെ കാല് ഞാൻ പിടിച്ചപ്പോ, എടാ പുല്ലേ നീ എന്താ പറഞ്ഞത് ശങ്കരൻ തമ്പി? ഇവളെ നീ കെട്ടിച്ച് തരത്തില്ലെന്ന്. ഇത് ചന്ദ്രനാ, കെട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ കൊണ്ടുപോകും. അത് ശങ്കരൻ തമ്പി അല്ല, അവന്റെ അച്ഛൻ വേലപ്പൻ തമ്പി വിചാരിച്ചാലും നടക്കില്ലടാ. വാടി, ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്തം. നീ പറഞ്ഞ പോലെ ഇരട്ട പിള്ളേർ കൺഫേം. നിന്റെ ശാന്തി മുഹൂർത്തം പിള്ളേർ പറഞ്ഞാൽ കേൾക്കത്തില്ലോ. ആ കാര്യം ചന്ദ്രനോട് പറയണം. അത് ചന്ദ്രൻ ഏറ്റാശാനെ. ചന്ദ്ര, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ലെന്ന്? ഞാൻ കുറി വെച്ചേക്കുവാണ്. നീ എപ്പോഴും വെക്കുന്നില്ലയോടാ ചന്ദ്ര? ഇതാ കുറി അല്ല, പിന്നെ ശരിക്കും ചന്ദ്രൻ ഇപ്പോഴാ കുറി വെച്ചത്. അയ്യേ